എപ്പോഴാണ് ജനങ്ങൾ ധർമ്മം മറക്കുന്നത്? ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ വഴിതെറ്റിപ്പോയി അകർത്തവ്യം ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ ക്ലേശങ്ങൾ വരുമ്പോൾ ആ നേർമാർഗം കാണിച്ചു കൊടുക്കാനാണ് ഭഗവാന്റെ അവതാര പുരുഷന്മാരൊക്കെ വരുന്നത്. അങ്ങനെ ഭഗവാന്റെ സംഖ്യം അവതാരം ഉണ്ടെങ്കിലും ദശാവതാരം എന്നും ഒക്കെ പറയും. അത് പ്രത്യേകമായിട്ട് കണക്കാക്കണം. മത്സ്യ കൂർമ്മോ വരാഹശ്ച നരസിംഹോഥ വാമനഃ രാമശ്ച കൃഷ്ണ കൽക്കീതി തേ ദശ എന്ന് ഒരു 10 അവതാരം. എല്ലാവർക്കും അവനവൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ എത്ര ശ്രദ്ധ വേണം എന്ന് പഠിപ്പിക്കാനാണ് ശ്രീരാമൻ്റെ അദ്ഭുതമായ അവതാരം. ശ്രീരാമൻ ചെയ്തത് മുഴുവൻ നമ്മൾ ചെയ്യുക അങ്ങനെയല്ലല്ലോ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയി, രാമായണം വായിച്ചാൽ നമ്മളും കാട്ടിലേക്ക് പോലല്ല. ആ വാക്ക് പാലിക്കല്, ഗുരുക്കന്മാരുടെ വാക്ക് പാലിക്കല് എന്നുള്ളതാണ് എടുക്കുക. അല്ലാണ്ട് വനവാസവും സീത ഒപ്പം പോകലും ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് അനുകരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യം എങ്ങനെ വേണം എന്ന് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓരോന്നും പ്രത്യേകമായിട്ട് വ്യാഖ്യാനിക്കേണ്ട. ഈ സംഭവത്തിൽ നിന്ന് എന്ത് പഠിക്കും, ഈ സംഭവത്തിൽ എന്ത് പഠിക്കും, അങ്ങനെ വേണ്ട. ആകെ നമ്മളത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടൊരു സംസ്കാരം മനുഷ്യനുണ്ടാവും. ഇതാണ് എല്ലാ പുരാണങ്ങളുടെയും കഥകൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിവേകമുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യങ്ങൾ വിവേകം അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ആളുകൾക്ക് ധർമ്മബോധമുണ്ടാക്കുക, ഇതാണ് ഉദ്ദേശം. അപ്പം രാമായണം കേട്ടു എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ട് അതിൽ നിന്നൊന്ന് പഠിക്കലല്ല, മനുഷ്യൻ്റെ ആകെ ഒരു മാറ്റം അങ്ങോട്ട് വരും കാലത്തിനനുസരിച്ച്. അതുകൊണ്ട് ദേശം കാലം, അന്നത്തെ ധർമ്മം ആവില്ല ഇന്നത്തെ ധർമ്മം. കർത്തവ്യം എന്നാണല്ലോ ധർമ്മ ശബ്ദത്തിനർത്ഥം. ഓരോരുത്തർക്കും ഓരോ കാലത്ത് ഓരോ കർത്തവ്യം. ഏതായാലും അതിലൊരു സത്യസന്ധത ഉണ്ടാവും. എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കർത്തവ്യം കൃത്യമായിട്ട് തെളിഞ്ഞു തരുവരും. ഇതിനൊക്കെ വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഓരോ ഉദ്ദേശത്തിനാണ് ഓരോ അവതാരം, ഓരോ ഉദ്ദേശം. രാമായണം എന്നൊക്കെയുള്ള മനുഷ്യരെ പഠിപ്പിക്കാനുള്ള ധർമ്മബോധം ഉണ്ടാക്കി തീർക്കാനുള്ള. അതിൽ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാവൽ സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതേ. ഈ ഭൂമുഖത്ത് മനുഷ്യവർഗം എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം രാമായണത്തിന് പ്രസക്തി ഉണ്ടെന്നാണ്. ഇന്നും രാമായണം എത്രയോ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാരതത്തിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ പോലും ഈ രാമായണത്തിൻ്റെ ഒരു സ്വാധീനമില്ലാത്ത രാജ്യങ്ങളോ ധർമ്മങ്ങളോ ഇല്ല. അവരൊക്കെ അവരുടെ രീതിയിലാവും അതിനെ വ്യാഖ്യാനിക്കലും അതിനെ പലതരത്തിലും നാടകമായിട്ടും അതിനൊക്കെ അവതരിപ്പിക്കലെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ലോകം മുഴുവൻ അറിയണതാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ. രാമോ വിഗ്രഹവാൻ ധർമ്മം എന്നുള്ള ഒരു തത്വത്തിന് ഒരാകൃതി എടുത്താൽ അതാണ് ശ്രീരാമൻ എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും രാമായണത്തിലും ഭാഗവതത്തിലും ഇതുപോലെ നമ്മുടെ ധർമ്മതത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഏതെല്ലാം ഗ്രന്ഥം നിർമ്മിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഭക്തി ശ്രദ്ധ ഉണ്ടാവട്ടെ, പഠിക്കാൻ താല്പര്യമുണ്ടാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വില്വമംഗലത്തിൻ്റെ ആ പേരിൽ, പത്മനാഭസ്വാമിയുടെ പേരിൽ ഇവിടെ ഒന്ന് പ്രത്യേകമായിട്ട് ഇവിടെ അനുസ്മരിക്കുകയാണ്. എല്ലാവർക്കും ആ സനാതന ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവട്ടെ എന്ന് മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി.